ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രതാപ് ജി ടെക്. ഒന്നിലധികം വാർത്തകൾ ഒരു വീഡിയോയിൽ ഒരു ടെക് അപ്ഡേറ്റ് ആണ്. അപ്പോൾ എന്തായാലും നമുക്കിതിലെ ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത് Asusന്റെ സെൻഫോണുകൾക്ക് ഇപ്പോൾ എന്തോ ഒരു പ്രശ്നം നേരിട്ടുണ്ട്. Huawei ഒരു ബാൻ നേരിട്ട് ആകെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചൊരു വിഷയമുണ്ട്, അത് ഞാൻ അവസാനം പറയാം. എന്തായാലും അതേപോലെ Asusന് ഇപ്പോൾ എന്തോ ഒരു പ്രശ്നം നേരിട്ടുണ്ട്. അത് സീരിയസ് ആണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. സംഗതി വേറൊന്നുമല്ല, ഒരു ചെറിയ കോപ്പിറൈറ്റ് കേസ് മാത്രമാണത്. അതിനപ്പുറം അത് വലിയൊരു എഫക്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല. അതായത് ഇതിൻ്റെ കസ്റ്റമേഴ്സ്, അത് വാങ്ങിച്ച ആൾക്കാർക്കോ അല്ലെങ്കിൽ ഇനി വരാൻ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്ന Asus പ്രോഡക്റ്റുകൾക്കോ ഒന്നും യാതൊരുവിധ പ്രശ്നവുമില്ല. ടെലികെയർ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു കമ്പനി ഒരു കോപ്പിറൈറ്റ് കേസ് കൊടുത്തിരിക്കുകയാണ്. ഈ എന്ന വാക്ക്, zenfone എന്ന് പറയുന്നതിലത്തെ എന്ന വാക്ക് അവർ ഓൾറെഡി പാറ്റന്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അവരുടെ വേർഡാണ്. അത് Asus അനുവാദമില്ലാതെ എടുത്ത് ഉപയോഗിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് Asusനോട് ഈ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് കോർട്ട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഡിഫെൻഡ് ചെയ്യാനുള്ള സമയമുണ്ട്, അവരുടെ ഭാഗം ന്യായീകരിക്കാനുള്ള സമയമൊക്കെ ഉണ്ട്. അതൊക്കെ അവർ ചെയ്തോളും. ധാരാളം കമ്പനികൾ തമ്മിൽ ഇത്തരത്തിലുള്ള കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. സാംസങ്ങും ആപ്പിളും തമ്മിലൊക്കെ ഫേമസ് ആയ ഇഷ്ടം പോലെ കോപ്പിറൈറ്റ് കേസുകളുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു ചെറിയ കോപ്പിറൈറ്റ് കേസും കൂടി വന്നിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറം ആ പ്രൊഡക്റ്റുകൾക്ക് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ അത് വലിയൊരു സീരിയസ് ഇഷ്യൂ അല്ല നമ്മളെ സംബന്ധിച്ചെന്ന് സാരം. അടുത്തൊരു വിഷയം എന്ന് പറയുന്നത് 5G കുറിച്ചാണ്. 5G നമുക്ക് പല ഫോണുകളിലും ഇപ്പോൾ അവൈലബിൾ ആണ്. എന്നാൽ ആ ഫോണുകൾ നമുക്കിവിടെ സുലഭമായിട്ട് ലഭ്യമല്ല. നമ്മൾ സാധാരണ 4G 3G ഫോണുകളൊക്കെ കിട്ടുന്ന പോലെ സുലഭമായിട്ട് നമുക്ക് ഈ ഫോണുകളൊന്നും കിട്ടുന്നില്ല. 5G നമ്മുടെ ഇടയിൽ അവൈലബിൾ അല്ല, ഒന്നാമത്തെ കാര്യം. എങ്കിലും 5G ഫോണുകളും അവൈലബിൾ അല്ല. എന്നാൽ ഈ 5G ഇല്ലാത്തടത്ത് 5Gക്ക് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാവിയിലേക്ക് ഇപ്പോൾ 2-3 വർഷം എല്ലാ വർഷവും ഫോണുകൾ മാറുന്ന ആൾക്കാരൊന്നുമല്ല. അപ്പോൾ അടുത്ത കൊല്ലത്തേക്കൊക്കെ കൂട്ടി കണക്കാക്കി തന്നെയാണ് കുറച്ച് ലോങ് ടൈം യൂസിന് ഫോൺ എടുക്കുന്ന ആൾക്കാരൊക്കെ 5G ഉള്ള ഫോണുകൾ തന്നെയാണ് നോക്കുക. കാരണം ഇനി 5G വരുമ്പോൾ ഫോൺ മാറ്റണ്ടല്ലോ എന്നുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും 5G ഉള്ള ഫോണുകൾ നമുക്കിടയിൽ ഇപ്പോൾ സുലഭമായിട്ട് കിട്ടുന്നില്ല. എന്നാൽ പുതിയൊരു അനൗൺസ്മെൻറ്റ് റിയൽമിയിൽ നിന്നും അവരുടെ CEO മാധവ് സെത് ട്വിറ്ററിലൂടെ ട്വീറ്റ് ചെയ്ത് അറിയിച്ചിരിക്കുകയാണ്. ഈ വർഷം തന്നെ റിയൽമിയുടെ 5G ഫോണുകൾ ഗ്ലോബലായിട്ട്, ഇന്ത്യയിലോ ചൈനയിലോ അല്ല, ഗ്ലോബലായിട്ട് അവൈലബിളായി തുടങ്ങുമെന്നാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് സുലഭമായിട്ട് വാങ്ങിക്കാവുന്ന രീതിയിൽ 5G ഫോണുകൾ വേൾഡ് വൈഡ് അവൈലബിൾ ആക്കുന്നു എന്നാണ് റിയൽമി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും 5G ഫോണുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ റിയൽമിയുടെ വരാൻ പോകുന്ന 5G ഫോണിന് വേണ്ടി കാത്തിരിക്കാം. എന്നാൽ ചില ന്യൂസുകൾ ഇപ്പോൾ ഈ ഒരു സംഭവം അദ്ദേഹം അനൗൺസ് ചെയ്ത് ഇത്ര നേരമായിട്ടുള്ള അപ്പോഴേക്കും റിയൽമി 3 Pro അല്ലെ റിയൽമി എക്സിൻ്റെ അടുത്ത എക്സ് പ്രോ എന്ന് പറയുന്ന സ്നാപ്ഡ്രാഗൺ 855 വെച്ചിട്ടുള്ള വേരിയൻറ്റ് 5G ആണ്. അതാണ് ഈ പറയുന്ന വേൾഡ് വൈഡായിട്ട് അവൈലബിൾ ആവാൻ പോകുന്ന 5G വേരിയൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസുകൾ വന്നു തുടങ്ങി. അതെന്തായാലും റിയൽമി ഒന്നും കൺഫേം ചെയ്തിട്ടില്ല. ജസ്റ്റ് ഈ വർഷം റിയൽമിയുടെ 5G ഫോണുകൾ ഗ്ലോബലായിട്ട് അവൈലബിൾ ആവും എന്ന് മാത്രമാണ് ട്വീറ്റിൽ ഒഫീഷ്യലായിട്ട് അവർ കൺഫേം ചെയ്ത കാര്യം. എന്തായാലും 5G ഫോണുകൾ നമുക്ക് റിയൽമിയിൽ നിന്ന് താമസിയാതെ കിട്ടിത്തുടങ്ങും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമ്മുടെ Huawei ഫോണുകൾ നമുക്ക് ഓൾറെഡി അറിയാം. ഇപ്പോൾ ബാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. 90 days എക്സ്റ്റൻഷൻ പീരീഡ് ആണ്. അത് കഴിയുമ്പോൾ എന്താവും, ബാൻ നിലനിൽക്കുകയാണെങ്കിൽ യൂട്യൂബിൻ്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ കിട്ടില്ല, ആൻഡ്രോയിഡ് ഫോണുകൾ ഇറക്കാൻ പറ്റില്ല, യൂട്യൂബ് കിട്ടില്ല, ഗൂഗിൾ മാപ്പ് കിട്ടില്ല, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടില്ല നമുക്കറിയാം. കൂട്ടത്തിലേക്ക് ഒരു പുതിയ സംഭവം കൂടി ചേർന്നിരിക്കുകയാണ്. ഫേസ്ബുക്കും ഇനി ഇതിനകത്ത് കിട്ടില്ല. ഓൾറെഡി അത് അമേരിക്കൻ കമ്പനിയാണെങ്കിലും അവരിതിനെ ഒഴിവാക്കിയതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവരത് ഒഴിവാക്കിയതായിട്ടാണ്. എന്ന് തൊട്ടാണ് ഇത് നിലവിൽ വരാൻ പോകുന്നത് നമുക്കറിയില്ല. എങ്കിലും ഈ അമേരിക്കൻ കമ്പനി തന്നെയാണ് ഫേസ്ബുക്ക്. അതുകൊണ്ട് തന്നെ അവരും കൂടി ഈ Huawei ഒഴിവാക്കുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ ഫേസ്ബുക്ക് മാത്രമല്ല, കൂടെ വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും അടക്കമുള്ള എല്ലാ സർവീസുകളും ഈ ഫോണിൽ പ്രീ ഇൻസ്റ്റാളായി വരുന്ന ഒരു സംഭവത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടും. അപ്പോൾ ഈ ഫേസ്ബുക്കും കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇനി പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്ന സംഭവങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ നോട്ട് ദ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ ന്യൂസുകളും ഞാൻ പലതും പരിശോധിച്ചാൽ ഒക്കെ ഇങ്ങനെയാണ് കാണുന്നത്, പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരില്ല. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റണം. അങ്ങനെയാണ് ഈ വാർത്തകൾ കാണുന്നത്. എന്തായാലും ഈ ഒരു സംഭവം അപ്പോൾ അവരും ഇവരെ ഒഴിവാക്കിയിരിക്കുകയാണ്. എന്ന് തൊട്ടാണ് ഇത് നിലവിൽ വരുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതും കൂടി നിലവിൽ വരുമ്പോൾ ഭാവിയിൽ വരാൻ പോകുന്ന Huawei ഫോണുകൾ, ഇപ്പോഴുള്ള ഫോണുകളെ ഇതൊന്നും ബാധിക്കില്ല കേട്ടോ. അതെല്ലാവർക്കും നോർമലായിട്ട് യൂസ് ചെയ്യാം. ഭാവിയിൽ വരാൻ പോകുന്ന Huawei ഫോണുകളിൽ നമുക്ക് യൂട്യൂബോ ഗൂഗിൾ മാപ്പോ ഗൂഗിളിൻ്റെ സർവീസോ ആൻഡ്രോയിഡോ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ വാട്സപ്പോ ഒന്നും തന്നെ ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഇതൊക്കെ ആയിരിക്കും ചില ആൾക്കാർ, ചില നല്ല ഒരു 70% ആൾക്കാരും ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ടൊരു ആൻഡ്രോയിഡ് ഫോണിൽ ചെയ്യുന്ന വിഷയങ്ങൾ. ഇതൊന്നുമില്ലാതെ Huawei ഫോൺ എന്നുള്ളതാണ് വാസ്തവം. അത് എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും, അവർ പുതിയ OS ഉണ്ടാക്കുന്നുണ്ട്, അതൊക്കെ നമുക്കറിയാം. എങ്കിലും ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോഴും ഇതൊന്നുമില്ലാതെ ഈ ഒരു ഫോൺ വരുമ്പോൾ എങ്ങനെയായിരിക്കും ഇതിനെ നേരിടുക? എങ്ങനെയായിരിക്കും ഇത് ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുമോ? ഇതൊരു കൺഫ്യൂഷനുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ സന്തോഷകരമായൊരു വിഷയം എന്ന് പറയുന്നത് ഇവരുടെ പുതിയ OSൽ ഈ പറഞ്ഞ എല്ലാത്തരം ആപ്ലിക്കേഷനും, ആൻഡ്രോയിഡിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷനും സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വലിയ ഇഷ്യൂ ആവാൻ വഴിയുമില്ല. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ഭാവിയിൽ അപ്ഡേറ്റിലൂടെ ഞാൻ അറിയിക്കാം. അടുത്തൊരു വിഷയം എന്ന് പറയുന്നത് നമുക്ക് 7000 രൂപയ്ക്ക് 6999 രൂപയ്ക്ക് ഒരു നല്ല നോക്കിയ ഫോൺ വന്നിട്ടുണ്ട്. നോക്കിയ 2.2
ഇതൊരു നല്ല ഫോണാണെന്ന് പറയാൻ കാരണം ഇതിനകത്ത് വേറെ വലിയ സ്പെഷ്യാലിറ്റി ഒന്നും ഇല്ല. ആ റേഞ്ചിലെ മറ്റു ഫോണുകൾ പോലെ തന്നെ ഒരു HD ഡിസ്പ്ലേ, 13 മെഗാ പിക്സൽ മെയിൻ ക്യാമറ, 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറ, A22 എന്ന് പറയുന്ന സാധാരണ ഒരു പ്രോസർ, അതിനകത്ത് സാധാരണ ഒരു നോർമൽ 3000 mAh ബാറ്ററി ഒക്കെ തന്നെ ഉള്ളൂ. ഒരു നോർമൽ ഫോണാണ്. പക്ഷേ ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇത് Android 1 പ്രോഗ്രാമിൽപ്പെട്ട ഫോണാണ്. എന്ന് വെച്ചാൽ വലിയ പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻ കാരണമൊന്നുമില്ലാത്ത സ്മൂത്തായ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് കിട്ടും. Android 1ൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ Android 5 ഓൾറെഡി ഇറങ്ങുന്നു. Android ക്യൂബും 6ഉം ഒക്കെ അപ്ഡേഷൻ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. സെക്യൂരിറ്റി അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്ക് ആൻഡ്രോയിഡും കൃത്യമായ അപ്ഡേറ്റുകളും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് 6999 എടുക്കാവുന്ന ഒരു നല്ല ഫോണാണ് ഈ പറയുന്ന Nokia 2.2. ഈ പറഞ്ഞ സ്റ്റോക്ക് ആൻഡ്രോയിഡും Android 1ഉമാണ് പ്രധാന ഹൈലൈറ്റ്. അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നവർക്കാണ് ഈ ഒരു ഫോൺ ഏറ്റവും നല്ല ഫോണായിരിക്കുക. ബാക്കിയുള്ള കാര്യങ്ങളിൽ വലിയ അതിശയകരമായ സംഭവങ്ങളൊന്നും പറയാനില്ല. അവിടെയുള്ള മറ്റു ഫോണുകളൊക്കെയായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബെറ്റർ ഫോണുകൾ അവിടെ ഉണ്ട് താനും. പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി തീർച്ചയായിട്ടും പരിഗണിക്കുകയാണെങ്കിൽ ഇതൊരു നല്ല ഫോണായിരിക്കും. അപ്പോൾ എന്തായാലും ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ടെക് അപ്ഡേറ്റിൽ വരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ. കൂടുതൽ ടെക് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ തന്നെ കൂടുതൽ വീഡിയോസിനും അപ്ഡേറ്റിനും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. വീണ്ടും മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം.